തീരദേശ മേഖലയിൽ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ സമഗ്ര പാക്കേജ് വേണമെന്ന് വാർഡ് സഭയിൽ ആവശ്യം. 47ാം വാർഡ് സഭയിലാണ് നിർദ്ദേശമുയർന്നത്. മഴക്കാലത്ത് രൂക്ഷമായ വെള്ളക്കെട്ട് ദുരിതം നേരിടുന്ന പൊന്നാനി തീരദേശ മേഖലയിൽ സമഗ്രമായി ഡ്രൈനേജ് സംവിധാനം ആവിഷ്കരിക്കാൻ നഗരസഭ പദ്ധതി തയ്യാറാക്കണമെന്ന ആവശ്യമാണ് വാർഡ് സഭയിൽ ഉയർന്നത്. പുതിയ ദേശീയപാതയിലെ ഡ്രൈനേജുമായി ലിങ്ക് ചെയ്ത് മഴവെള്ളം പുഴയിലേക്ക് ഒഴുക്കിവിടാൻ കഴിയുന്ന സാഹചര്യമാണെന്നും വാർഡ് സഭയിൽ നിർദ്ദേശം ഉയർന്നു. നഗരസഭ വൈസ് ചെയർപേഴ്സൺ CP സക്കീർ വാർഡ് സഭ ഉദ്ഘാടനം ചെയ്തു. വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ TK മഷൂദ് അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ കോർഡിനേറ്റർ അഫ്സൽ ഫബീസ് വാർഡ് സഭ നിയന്ത്രിച്ചു. S റഫീഖ് സ്വാഗതവും സഹദ് മുബാറക് നന്ദിയും പറഞ്ഞു. വരാനിരിക്കുന്ന ബഡ്ജറ്റിനകത്ത് നമ്മുടെ വാർഡിൻ്റെ പേര്, മുറിഞ്ഞഴിയുടെ പേര് ഉണ്ടാവണമെങ്കിൽ അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ എപ്പോഴും ഭാഗത്തു നിന്ന് ഉണ്ടാവണം. പോലീസ് സ്റ്റേഷൻ മുതൽ ഇളറുപള്ളി വരെയുള്ള റോഡ് വളരെ ശോചനീയാവസ്ഥയിലാണ്. അതൊന്ന് എത്രയും പെട്ടെന്ന് മറ്റുള്ള ഭാഗങ്ങളിലൊക്കെ ഓരോ ഭാഗത്തും ശരിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, ശരിയായിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ക്ലിയറാക്കി കിട്ടണം. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ വീടുകളിൽ ഉപയോഗിക്കുന്ന ഭക്ഷ്യസാധനങ്ങൾ, ബാലൻസ് വന്ന സാധനങ്ങൾ വലിയ പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ട് കടലിലേക്ക് വലിച്ചെറിയുന്ന ഒരു സംവിധാനമുണ്ട്. ഇത് കടലിലേക്ക് എറിയുന്നത് മാത്രമല്ല, ചില ആളുകൾ ചെയ്യുന്നത് വഴിയോരത്ത് കൊണ്ടുപോയി വിടും. നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭീകരാവസ്ഥ സൃഷ്ടിക്കുന്ന ഒരു അവസ്ഥയാണ് തെരുവ് നായക്കൾ. ഓരോ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ്. മറ്റു ചിലത് കവിത പോലെ ഹൃദയം, ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തുപിടിക്കലുകൾ, കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ. അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ, നിലപാടുകളെ, അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത്. എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.